ഹരിശ്രീ യൂസഫ്. യെസ് സർ. എങ്ങനെ കൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു സാർ പറഞ്ഞത്? കേട്ടില്ലായിരുന്നോ? ഇല്ല, മറന്നുപോയി. എന്താ പറ്റിയത്? ഓർമ്മക്കുറവുണ്ട്. എന്തായിരുന്നു സാർ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഇതെല്ലാം പോകും, ഈ സമയവും കടന്നു പോകും. തീർച്ചയായും വലിയ തിരിച്ചുവരവായിരിക്കും. തിരിച്ചു വന്നല്ലോ, തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് സാറ് പറഞ്ഞത് ഞാൻ അച്ചട്ടായിരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. എപ്പോഴും എല്ലാവർക്കും ഓണാശംസകൾ. എന്നെ ഇളക്കി വിടരുത്, ഞാൻ അടങ്ങിയിരിക്കുവാണ്. എല്ലാവർക്കും കംപ്ലൈന്റ് ആണ് സാറേ. ഇപ്പൊ ജോർജ് വന്നപ്പോ തന്നെ പറയടാ, ഞങ്ങളെ കൂടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നീ അനുവദിക്കണം, ഈ മൈക്ക് മേടിച്ച തരികയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇവിടെ ഇരിക്കും. സാർ വന്ന് ചോദിച്ചത് മാത്രം ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയോ? ഇല്ല, സമയം കിട്ടിയിട്ടില്ല സാറേ, പറയിപ്പിക്കില്ലല്ലോ. അമേരിക്കയിൽ എന്തോ പോയിട്ട് അല്ലെ ഡോളർ പ്രശ്നം ഉണ്ടായി? ഒരു പ്രശ്നം ഉണ്ടായില്ല, അതൊരു തമാശക്ക് വേണ്ടി ഉണ്ടായ സംഭവമാണ്. ഡോളർ പ്രശ്നമല്ല. ഞാനും ജാഫർ, ഷൈജു അടിമാലി, ഞങ്ങൾ എല്ലാവരും കൂടി അമേരിക്ക പരിപാടിക്ക് പോയപ്പോൾ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് കുറച്ച് CD കൊണ്ടുപോയായിരുന്നു വിൽപ്പന നടത്താൻ വേണ്ടി. ഓണക്കാസറ്റുകളൊക്കെ ഓണത്തിന്റെ സമയത്താ സാർ. അപ്പൊ ഓണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പരിപാടിക്ക് പോയത് കൊമ്പത്ത്. അപ്പൊ നമ്മുടെ ഇടുക്കി സിനിമയിലൊക്കെ ഇച്ചിരി ഫേമസ് ആയിട്ടിരിക്കുന്ന ഇടുക്കി ജാഫറാണ് അന്ന് ഞങ്ങളുടെ CD വിൽപ്പനയുടെ ചാച്ചപ്പൻ. നല്ല വിൽപ്പനക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ആഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ മേശയൊക്കെ ഇട്ട് CD നിരത്തി വെക്കുന്നു. നമ്മുടെ ഷൈജു അടിമാലി ഞാനൊക്കെ പുറത്ത് ഓടി കിടന്ന് വിൽക്കുന്നു. ആഡിറ്റോറിയത്തിന്റെ പുറത്തൊക്കെ പോയി ഓടി കിടന്ന് വിൽക്കുന്നു. അപ്പോൾ എനിക്കിത് വിൽക്കുന്ന ആവേശമായതുകൊണ്ട് ഞാൻ 2 ആഡിറ്റോറിയം കഴിഞ്ഞൊക്കെയാണ് പോയി വിറ്റോണ്ടിരിക്കുന്നത്. പുറത്തുള്ള റോഡിലുള്ള സായിപ്പന്മാർക്ക് വരെ വിറ്റോണ്ടിരിക്കുകയാണ്. അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജാഫർ ഇടുക്കി വന്നിട്ട് ഒരു അച്ചായൻ ഒരു $100 കൊടുക്കുന്നു. അപ്പോൾ ജാഫർ ഉടൻ തന്നെ ഒരു CD കൊടുക്കുന്നു, $95 കൊടുക്കുന്നു. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു, CD ഒന്നും വേണ്ട, മിമിക്രിക്കാരനല്ലേ? അതെ, $100 എല്ലാ മിമിക്രിക്കാർക്കും ഞാൻ $100 വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് മിമിക്രിക്കാരെ. ജാഫറിന് $100 കിട്ടി. ഇവൻ തൊട്ടടുത്തിരിക്കുന്നു, ഇവനും കിട്ടി $100. എനിക്ക് തന്നു. വേറൊരു ആർട്ടിസ്റ്റ് സോളമൻ ചങ്ങനാശ്ശേരി ഉണ്ടായിരുന്നു, അവനും കിട്ടി $100. ഞാൻ ആ പരിസരത്തില്ലായിരുന്നു, ഞാൻ പുറത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം എൻ്റെ ആവേശത്തിൽ കൂടുതൽ കച്ചവടം കിട്ടാൻ വേണ്ടി ഞാൻ കുറേ ലോങ് ആയിരുന്നു. അപ്പോൾ ഇവനെ അന്വേഷിച്ച് ഞാൻ നടക്കും, ഇവന് മാത്രമേ പൈസ കിട്ടാത്തുള്ളൂ. അപ്പോൾ ഓടിച്ചെന്ന് പുറത്തുനിന്ന് വിളിച്ചു കൊടുത്ത് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നീ കച്ചവടം നടത്തു, എല്ലാ മിമിക്രിക്കാർക്കും $100 വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 6000 രൂപയല്ല സാർ, അന്ന് 6000 രൂപയാണ്. അറിയണ്ടല്ലോ കരുതി ഞാൻ അവിടെ നിന്ന് ഓടി വന്നിട്ട് അപ്പോൾ ഈ അച്ഛനെ കാണില്ല. അപ്പോൾ ഇവൻ പറഞ്ഞിട്ടാ, ഇല്ലേ ഇരിക്കേണ്ട അച്ഛനെ, ഇല്ലേ പോയി ചോദിക്കും $100. അപ്പോൾ കളയണ്ട എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ചോദിക്കണം തള്ളി വിടുക. ഞാൻ അച്ചായൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഇവർക്ക് കറക്റ്റായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടി. ഞാൻ സത്യം പറയാമെങ്കിൽ സാറേ, ഞാൻ ചെന്നിട്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് എന്തേ ഞാനും മിമിക്രിക്കാരനാണ്. ആണോ? അപ്പൊ തന്നെ പേഴ്സ് എടുക്കുന്നു. അയ്യോ സോറി കേട്ടോ, എൻ്റെ കാശ് തീർന്നു പോയിരുന്നു. ഇല്ലാത്തൊരു തള്ളായി പോയി ഇവൻ തള്ളിവിട്ടത്. അതായത് എല്ലാവർക്കും കൊടുത്ത് പുള്ളിയുടെ കാശ് തീർന്ന് ആ സമയത്ത് തന്നെ തള്ളിവിട്ടത്. അപ്പം ഞാൻ സത്യം പറയില്ല സാർ, ചമ്മി എന്ന് പറഞ്ഞ ശരിക്കും ചമ്മി. കാരണം ഒരു കാര്യമില്ല, ചോദിച്ചു തന്നൂല്ല, പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല. പിന്നെ ഡോളർ അപ്പം തന്നെ അച്ചായൻ്റെ അടിക്കലായിട്ട് വേറെ അച്ചായൻ. അപ്പോൾ പുള്ളിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ട് ടാക്സിക്ക് പോകാൻ വേണ്ടിയുള്ള കാശേ ഉള്ളൂ. അപ്പം അയ്യോ ബ്രേക്ക് ഡൗൺ ആയി, വണ്ടിക്ക് പോകാനുള്ള കാശേ ഉള്ളൂ, അതുകൊണ്ട് കേട്ടോ അനി അടുത്ത പ്രാവശ്യം തരും എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഒരു അച്ചായൻ പറഞ്ഞു, ഏയ് ഫ്രാൻസിസ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാമല്ലോ, എന്തിനാ ടാക്സി വിളിക്കുന്നത്? അതെ. ഓ അനിയ പിടിക്കും, $100 എനിക്കും കിട്ടി. അങ്ങനെ എനിക്ക് ആ അച്ചായന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലോറിഡയിലാണെങ്കിൽ ആ അച്ചായന് മിമിക്രിക്കാരുടെ എല്ലാവരുടെയും ഒരു നന്ദി പറയണം. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തിന് മിമിക്രി. അല്ല, പാട്ടുകാരുണ്ട്, ഡാൻസുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ മിമിക്രിക്കാരെ മാത്രമേ വിളിക്കുള്ളൂ. പോയ 10 പൈസ വയ്ക്കത്തില്ല അല്ലേ? ഇപ്പൊ അച്ചായൻ ഒരു $100 വേണ്ടി അലഞ്ഞോണ്ടിരിക്കുക. അടുത്ത തവണ അമേരിക്കയിലേക്ക് പോകുന്നത് എപ്പോഴാ? അടുത്ത തവണ അമേരിക്കയിലേക്ക് പോകുന്നത് ആരെങ്കിലും വിളിച്ചാൽ. മറ്റേ പാട്ടൊന്ന് പാടി, ഏകാന്ത പതികൻ ഞാൻ. ഏകാന്ത പതികൻ ഞാൻ, ഏകാന്ത പതികൻ ഞാൻ, തടത്തിലെ ഏകാന്ത പതികൻ ഞാൻ. ഓണപ്പൂവേ ഓണമല്ല സാറേ, ഓണമല്ല യൂസഫ്, ഇത് ആരാ പാടുന്നറിയോ? $100 തന്ന അമേരിക്കക്കാരൻ. അതല്ലേ ഇതാണ് ജോർജ് പറഞ്ഞല്ലേ. മനം നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്.